اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു 12ാമത്തെ ഹിക്മത്തായിട്ട് പറയുന്നു, മാ നഫഅൽ ഖൽബ മിസ്ലു ഉസ്ലത്തിൻ യദ്ഖുലു ബിഹാ മൈദാന ഫിക്ര. മാ നഫഅൽ ഖൽബ, ഹൃദയത്തിന് ഉപകാരപ്രദമായിട്ടില്ല, മിസ്ലു ഉസ്ലത്തിൻ, ഏകാന്തത പോലെ മറ്റൊന്നും. മാ നഫഅൽ ഖൽബ, ഹൃദയത്തിന് ഉപകാരപ്രദമായിട്ടില്ല, മിസ്ലു ഉസ്ലത്തിൻ, ഏകാന്തത പോലെ മറ്റൊന്നും. എന്താണ് ഈ ഏകാന്തതക്കുള്ള പ്രത്യേകത? യദ്ഖുലു ബിഹാ, അതുകൊണ്ട് പ്രവേശിക്കും, മൈദാന ഫിക്ര, ചിന്തയുടെ നഗരിയിൽ. അതായത് എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നിന്ന്, എല്ലാ ശബ്ദകോലാഹലങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഏകാന്തതയിലേക്ക്, അതിന് ഉസ്ലത്ത് എന്നാണ് അറബിയിൽ പറയാൻ. ഏകാന്തതയിലേക്ക് പോവുക എന്നതിനേക്കാൾ വലിയ ഒന്നും ഹൃദയത്തിന് ഉപകാരപ്രദമായിട്ടില്ല. ഒരു മനുഷ്യന്റെ ഖൽബിന് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുക, ശബ്ദകോലാഹലങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഏകാന്തതയിലൂടെ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തുക. അള്ളാഹുവിലേക്ക് വസൂലായ സാലിക്കായ ഒരു മനുഷ്യന് 4 നിബന്ധനകൾ മഹാന്മാര് പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഖൽവത്താണ്, ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. റൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരു മഹാനോട് ചോദിച്ചു, എനിക്ക് അള്ളാഹുവിനെ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയണം, പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയണം, അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്ത മറുപടി, ലാ തുഖാലിത്തിന്നാസ്, നീ ജനങ്ങളോട് കൂടിക്കലരാൻ പാടില്ല. ജനങ്ങളുമായുള്ള സമ്പർക്കമാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ ദുന്യവിയായ പല പ്രൗഢിയിലേക്കും എത്തിക്കുന്നത്. അപ്പോ അള്ളാഹുവിലേക്ക് വസൂലാകുന്ന ഒരു മനുഷ്യന് 4 നിബന്ധനകൾ വേണം, 4 കാര്യങ്ങൾ വേണം. അതിലൊന്നാണ് ഖൽവത്ത്, ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. രണ്ടാമത്തതാണ് സുംത്ത്, മിണ്ടാതെ നിൽക്കുക. നിങ്ങൾ 1 മണിക്കൂർ ഒന്ന് മിണ്ടാതെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ ചിന്തകളും പുതിയ കാര്യങ്ങളും പുതിയ അനുഭവങ്ങളും അല്ലാഹു തആല നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് വരും. അങ്ങനെ 1 മണിക്കൂർ മിണ്ടാക്കണം കേട്ടോ, 1 മണിക്കൂർ മിണ്ടാതെ നിൽക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോ ചില നമ്മുടെ നാട്ടിലുള്ള ആരും പരിഗണിക്കാത്ത ചില ആൾക്കാരുണ്ടാവും, ആരോടൊന്നും മുണ്ടൂല. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ കാണാൻ വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്, തിങ്കളാഴ്ച രാവിലെ മരിക്കണ്, അല്ലേ? അല്ലെങ്കിൽ നല്ല ദിവസങ്ങളിൽ മരിക്കണമൊക്കെ കാണാൻ കഴിയും. എന്താ കാരണം? ഈ മിണ്ടാതെ നിൽക്കുന്നതിന് വലിയ കൂലിയുണ്ട്. സുംത്ത് എന്ന് പറയാം, മിണ്ടാതെ. അപ്പൊ ഒന്ന് ഏകാന്തത, രണ്ടാമത്തത് സുംത്ത്, മിണ്ടാതെക്കുക. മൂന്നാമത്തത് അസ്സഹർ, അത്താഴ സമയത്ത് എണീറ്റിട്ട് അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം. നാലാമത്തത് വിശപ്പ്, നോമ്പെടുത്തുകൊണ്ട് വിശപ്പിലൂടെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഇങ്ങനെ 4 കാര്യങ്ങളാണ് അള്ളാഹുവിനെ ആസ്വദിക്കാനുള്ള 4 കാര്യങ്ങൾ. മറക്കരുത്, ഒന്നും കൂടി പറയാം. 1, ജനങ്ങളിൽ നിന്നും മാറി നിട്ട് ഏകാന്തനായി ജീവിക്കുക. 2, ഒന്ന് മിണ്ടാതെ നിൽക്കുക. 3, അത്താഴ സമയത്ത് എണീറ്റ്, ജനങ്ങളൊക്കെ ഉറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ എണീറ്റുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് എന്ത് ചെയ്യുക, സംഭാഷണം നടത്തുക. 4-മത്തത് വിശപ്പ്. കാരണം ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മനുഷ്യന്മാർക്ക് 4 ശത്രുക്കൾ ഉണ്ടെന്ന്. എത്ര ശത്രുക്കളാണ്? 4. 1 ദുനിയാവാണ്. ആ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെ അനുഭൂതികളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ
അതിനുള്ള മരുന്നാണ് ഉസുലത്ത്, ഏകാന്തവാസം. ദുനിയാവിന്റെ കാര്യം അതിങ്ങനെ ഹൃദയത്തിൽ കടന്ന് കളിക്കുള്ള കാരണം എന്താ? ജനങ്ങളുമായുള്ള കൂടിക്കലരലാണ്. അപ്പോ ഒന്നാമത്തെ ശത്രുവായ ദുനിയാവിനെ പരാജയപ്പെടുത്താനുള്ള മരുന്ന് ഉസുലത്താണ്, ഏകാന്തവാസാണ്. രണ്ടാമത്തത് നമ്മളെ ശത്രു ശൈത്താനാണ്. ആ ശൈത്താനെ പരാജയപ്പെടുത്താനുള്ള മരുന്ന് ജൂ ആണ്, വിശപ്പ്. സുന്നത്തായ നോമ്പെടുക്കുക, അതിലൂടെ ശൈത്താന്റെ ആ ചതികളെ ഇല്ലായ്മ ചെയ്യുക. മൂന്നാമത്തത് നമ്മളെ ശത്രു നഫ്സാണ്. ആ നഫ്സിനെ ഒതുക്കാനുള്ള മരുന്ന് അത്താഴ സമയത്ത് എണീറ്റിട്ട്, അർദ്ധരാത്രി കഴിഞ്ഞിട്ടുള്ള സമയത്ത് എണീച്ചിട്ട് അള്ളാഹു താലാക്ക് ഇബാദത്ത് ചെയ്യലാണ്. നാലാമത്തത് ഇച്ഛകളാണ്, ആഗ്രഹങ്ങളാണ്. അതിനെ അടിച്ചമർത്താനുള്ള മരുന്ന് സുംത്താണ്, മിണ്ടാതെ നിൽക്കുക. അപ്പൊ ഈ 4 ശത്രുക്കളെ ഒതുക്കാനുള്ള മരുന്നാണ് ഈ 4 മരുന്നുകൾ. ഏകാന്തതക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങൾക്ക് ജാമിഉ കറാമാത്തിൽ ഔലിയ എന്ന കിതാബുണ്ട്. അതിൽ 100 കണക്കിന് ആരിഫീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ ഏകാന്തതയിലൂടെ അള്ളാഹുവിലേക്ക് എത്തിയാൽ. ഇപ്പൊ ഇന്നലെ നമ്മൾ ഇമാം ഗസാലി തങ്ങളുടെ ഒരു ചരിത്രം പറഞ്ഞു അല്ലെ? 11 കൊല്ലക്കാലം പാണ്ഡിത്യത്തിന്റെ ആ പരകോടിയിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവിനെ അറിയാനുള്ള ജീവിതം ജീവിച്ചു ആര്? ഇമാം ഗസാലി തങ്ങൾ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഒരു പാടിയ ഒരു ബൈത്തുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ 11 കൊല്ലക്കാലം ജീവിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, പക്ഷെ എന്നോട് നിങ്ങൾ അതിനെ കുറിച്ച് ചോദിക്കരുത്, അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല. വലുന്ന ഖൈറൻ, ഖൈറായ കാര്യങ്ങൾ ചിന്തിച്ചോളി. വലാ തസ്അൽ അനിൽ ഖബരി, അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചോദിക്കാൻ പാടില്ല. മലായിക്കത്തുകളുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. ആരിഫീങ്ങളാകുന്ന ആളുകളുടെ അർവാഹുകളുമായി ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാവും. മലായിക്കത്തുകളുമായി നമ്മളെ കായൽ പട്ടണത്ത് മറവിട്ട് കിടക്കുന്ന സ്വദഖത്തുല്ലാഹിൽ കാഹി അല്ലേ, ആ മഹാനൊക്കെ മലായിക്കത്തുകളുമായി സംസാരിച്ച സംഭവമൊക്കെ അദ്ദേഹത്തിന്റെ മനാക്കിബ് കാണാൻ കഴിയും. നമ്മൾ നേരായ മലായിക്കത്തെ നമ്മൾ താഴേക്കാണ്. നമ്മൾ നേരാകണമെന്ന് മാത്രം. കാരണം അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തുകൊണ്ട് പടച്ചതാണ്? മണ്ണുകൊണ്ട് പടച്ചതാണ്. ജിബ്രീലിനെ എന്തുകൊണ്ട് പടച്ചതാ? അലൈഹിസ്സലാം പ്രകാശം കൊണ്ട് പടച്ചതാ. പക്ഷേ അതാലി ബഹറുൻ നൂരി ജിബ്രീലുൻ അതത്, ബഹറുൻ നൂറിന്റെ അവിടെ എത്തിയപ്പോ സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമല്ല, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് എന്തില്ല? പ്രവേശനമല്ല, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ പോയി. പ്രകാശം കൊണ്ട് പടച്ച ജിബ്രീലിനക്ക് ബഹറുന്നൂർ എന്ന് പറയുന്ന പ്രകാശത്തിന്റെ കടല് കടക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ മണ്ണ് കൊണ്ട് പടച്ച പ്രവാചകൻ കൂളായിട്ട് ആ പ്രകാശത്തിന്റെ കടല് കടന്ന് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വന്നു. എന്ത് മനസ്സിലായി? മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ മലായിക്കത്തിനേക്കാളും മുകളിലാണ് മനുഷ്യന്റെ സ്ഥാനം. അപ്പൊ ഇമാം ഗസാലി തങ്ങൾ റളിയല്ലാഹു അൻഹു പറയാണ്, ആ 11 കൊല്ലക്കാലം എനിക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. മലായിക്കത്തുകളുമായുള്ള സംഭാഷണങ്ങൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന അർവാഹുകളുമായുള്ള സംഭാഷണങ്ങൾ, അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. ആരും എന്നോട് അതിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? ചോദിക്കരുത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് എന്തെന്നെയാണ്? ഏകാന്തവാസം തന്നെയാണ്. ഇതൊന്നും ഞാൻ പറയുന്നല്ല കേട്ടോ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതുക്കി പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് എന്താണ്? ഏകാന്തവാസമാണ്. വൽ ഉസ്ലത്തുൽ ഔലാ ഇദാ ഫസദ അസ്സമൻ ഔ ഖാഫ മിൻ ഫിതനിൻ ബിദീനിൻ മുബ്തലാ. വൽ ഉസ്ലത്തു, ഏകാന്തവാസമാണ് ഔലാ, ഏറ്റവും നല്ലത്. ഇദാ ഫസദ അസ്സമൻ, കാലം ഫസാദിലാകുന്ന, കാലം ദുഷിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും നല്ലത് എന്താണ്? ഏകാന്തവാസമാണ്. ഔ ഖാഫ മിൻ ഫിതനിൻ ബിദീനിൻ മുബ്തലാ, അല്ലെങ്കിൽ ദീനിൽ വലിയ പരീക്ഷണങ്ങൾ വരികയാണ് അല്ലെ? പരീക്ഷണത്തിന്റെ കാലഘട്ടം തന്നെ. എവിടെ നിൽക്കണം എന്നറിയാതെ മനുഷ്യന്മാരിങ്ങനെ അലയണ ഒരു കാലാണ്. അതുപോലെ തന്നെ ഫിത്തനയെ പേടിക്കുന്ന ഒരു കാലവും വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് എന്താണ്? ഏകാന്തവാസം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, ജനങ്ങളിലേക്ക് വല്ലാതെ ശ്രദ്ധിക്കരുത്. അവനവന്റെ കാര്യത്തിൽ തന്നെ ഒരു പൂർണ്ണത വന്നിട്ടില്ല. നമ്മളെ കാര്യത്തിൽ നമുക്ക് 100% ക്ലിയർ ആണോ? പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തേക്ക് നോക്കണം? നമ്മളോട് നോക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട്, ഉമ്മ, വാപ്പ, ഭാര്യ, സന്താനങ്ങൾ, അവരെ നമ്മൾ പരിഗണിക്കണം. സമൂഹത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതൊക്കെ റെഡി.
അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വെറുതെ ഒരാളാകാൻ വേണ്ടിയിട്ട് അതിന് വലിയൊരു സംഭവമാകാൻ വേണ്ടിയിട്ട് തിരിച്ചു ഒരു കാര്യമില്ല. അവനവന്റെ കാര്യം നോക്കിയിട്ട് എന്ത് ചെയ്യാം. ഞാൻ ഇപ്പൊ അടുത്തൊരു ഹദീസ് കാണുണ്ടായി. അതിൽ പറയേണ്ട അള്ളാഹുവിന്റെ റസൂല്, കാലം അവസാനമാകുന്ന സമയത്ത് നിങ്ങൾ വീടിന്റെ പുറത്തിറങ്ങാതിരിക്കലാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ, വീട്ടിലിരുന്നാൽ നമ്മൾ എന്തെങ്കിലും ഹറാമുണ്ടോ? പുറത്തു പോയ എന്തൊക്കെ ഹറാമുകളും എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. ഒന്നുമില്ല, ഒരാളെ കണ്ടുമുട്ടിയാൽ മതി, ഏതെങ്കിലും ഒരാളെ പറയേണ്ട ഒരു അവസ്ഥ വരും. ഞാനൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു, റിഫായി ഷെയ്ഖിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ കാലം മുതൽ എല്ലാവർക്കും അറിയാം റിഫായി ഷെയ്ഖിനെ കുറിച്ച്. ബഹുമാനപ്പെട്ടവര് ഒരു വേള ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി നമ്മളൊക്കെ ഒരാളെ കണ്ട ഒന്ന് പരിചയപ്പെടും. അറിയാത്ത ഒരാളെ കണ്ട ഇവിടുന്ന മോനേജ് വരുന്നത്, ആരെ മകനാണ്, എന്റെ വീട്ടുപേരെന്താന്നൊക്കെ ചോദിക്കലുണ്ട്. അതേപോലെ ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ കുട്ടിനെ കണ്ടപ്പോ കുട്ടിനോട് ചോദിച്ചു, മോനെ പേരെന്താണ്, വാപ്പാന്റെ പേരെന്താണ്, നിങ്ങൾ എവിടുന്നാ വരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ എടുത്തേക്ക് തന്നെ ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനോട് ചോദിക്കണേക്കാൾ നല്ലത് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൂടെ എന്ന് ചോദിച്ചു. ആരോടാ ചോദിക്കുന്നത് മനസ്സിലാക്കണം. ഖുതുബുൽ അഖ്താബായ ഒരു മനുഷ്യനോട്, ആരിഫീങ്ങളെ നേതാവാണ്, ആരിഫീങ്ങളെ നേതാവിനോടാ പറയുന്നത്, നിങ്ങൾക്ക് ഇന്നോടാ ചോദിക്കുന്ന നേരത്തെ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൂടെ എന്ന്. നമ്മളാണെങ്കിൽ ആ കുട്ടിനെ കുറിച്ച് എന്താ പറയാ, വല്ലാത്തൊരു സാധനം തന്നെയാണ് കുട്ടി, ഇത് ആരാ വിത്താന്നൊക്കെ ചോദിക്കും നമ്മൾ. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ചോദ്യം മനസ്സിലങ്ങോട്ട് തറച്ചു. പിന്നെ എങ്ങോട്ടാണോ പോണത് അവിടുന്ന് തിരിച്ച് പെരീക്ക് പോയി. പിന്നെ പെരീന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. ഞാൻ അറിയാതെ ഒരു കുട്ടിനോട് എന്റെ നാവ് കൊണ്ട് ഞാൻ അറിയാതെ സംസാരിച്ചു എന്ന് ഭയപ്പെട്ടിട്ട് 40 നാളവർ മുന്നിൽ ഖിളർ വന്ന് നാവാൽ ഒരു ഭാഷം ചൊല്ലിയില്ല എന്നവർ റിഫായി മാലിലുണ്ട്. 40 നാളവർ മുന്നിൽ ഖിളർ വന്ന് നാവാൽ ഒരു ഭാഷം ചൊല്ലിയില്ല എന്നവർ. 40 ദിവസം റിഫായി ഷെയ്ഖിനെ കാണാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹിസ്സലാം വന്നു. പക്ഷെ ഒന്നും മുണ്ടിയില്ല. അതായത് ആ കുട്ടിയെ പറഞ്ഞു കൊടുത്ത ആ വാക്കുണ്ടല്ലോ, അത് ഹൃദയത്തിൽ ഇത് കൊണ്ടു. അപ്പൊ ഭാര്യനോട് ചോദിച്ചു, എന്താണ് റിഫായി ഷെയ്ഖിന് പറ്റിയത്? മുരീദന്മാരോട് ചോദിച്ചു, എന്താ പറ്റിയത്? മൂപ്പർ ഇങ്ങനെ ഒരു കുട്ടിനോട് ചോദിച്ചതാണ്. അന്ന് മുതൽ പിന്നെ മൂപ്പർ ആരോടും മുണ്ടണില്ല. അപ്പോൾ ഖിളർ ചൊല്ലി, ഇവരെ പോലെ ആരെയും ഔലിയാക്കന്മാരിൽ കണ്ടില്ല എന്നവർ. ഇത്രത്തോളം നാവിനെ സൂക്ഷിക്കുന്ന ഒരു വലിയനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ നാവ് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഒതുക്കാനുള്ള മാർഗം ഏകാന്തവാസമാണ്, ഏകനായി ജീവിക്കുക. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, മാ നഫഅൽ ഖൽബ, ഹൃദയത്തിന് ഉപകാരപ്രദമായിട്ടില്ല, മിസ്ലു ഉസ്ലത്തിൻ, ഏകാന്തത പോലെ മറ്റൊന്നും ഹൃദയത്തിന് ഉപകാരപ്രദമായിട്ടില്ല. അത്രയും ഹൃദയത്തിന്, കൽബിന് ഉപകാരപ്രദമായ ഒന്നാണ് ഏകാന്തവാസം. കാരണം യദ്ഖുലു ബിഹാ, അതുകൊണ്ട് പ്രവേശിക്കും, മൈദാന ഫിക്ര, ചിന്തയുടെ നഗരിയിൽ എന്ത് ചെയ്യും, അതുകൊണ്ട് പ്രവേശിക്കും. ചിന്ത, ഒരു മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വരണമെങ്കിൽ എന്തു വേണം? നിശബ്ദനായി ഇരിക്കാൻ കഴിയണം. നിശബ്ദനായി 1 മണിക്കൂർ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഫക്കുറു സഅത്തിൻ, 1 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന ഖൈറും മിൻ ഇബാദത്തി 70 സന, 70 വർഷത്തെ ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. 70 വർഷത്തെ ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. ഏത്? അള്ളാഹുവിനെ കുറിച്ചുള്ള 1 മണിക്കൂറുള്ള ആലോചന. ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാമിഉ സഗീർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഫിക്റതു സഅ, 1 മണിക്കൂർ അള്ളാഹിനെ കുറിച്ചുള്ള ആലോചന ഖൈറും മിൻ ഇബാദത്തി 60 സന, 60 വർഷമാണെന്ന് അഭിപ്രായമുണ്ട്. അസ്നൽ മത്താലിബി എന്ന് പറയുന്ന കിതാബിലുണ്ട് ഫിക്റതു സഅ, 1 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന ഖൈറും മിൻ ഖിയാമി ലൈല, 1 രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സിഖ്തി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു, അവരെ തൊട്ടൊക്കെ ഈ വിഷയം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. 1 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന, ഇത് എല്ലാവർക്കും ഒരേ ഡിഗ്രി അല്ല കേട്ടോ. ഇതിൽ തന്നെ എന്തുണ്ട്, സാധാരണക്കാരനും മധ്യവയസ്കനും, അതുപോലെ തന്നെ മധ്യവയസ്ക് എന്നുള്ള മാനാക്കല്ല, ഒരു മധ്യമായിട്ടുള്ള ആളും, അതുപോലെ തന്നെ ഖവാസുൽ ഖവാസൊക്കെ ഇതിൽ പെടുന്നുണ്ട്. ആരിഫീങ്ങളെ സംബന്ധിച്ചുള്ള 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന 1 മണിക്കൂറല്ല.
അവര് എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയം, അവരെ ആത്മാവ് അള്ളാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിലാണ്. ശരീരങ്ങൾ ഇങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ. ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഓല് നടത്തുന്നുണ്ട്, പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഓലെ ആത്മാവ് എവിടെയാണ്? അള്ളാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിലാണ്. അതുകൊണ്ട് അവർക്കെന്നും റബീഉൽ അവ്വൽ 12 എന്നും ലൈലത്തുൽ ഖദറാണ്, എന്നും അറഫയാണ്, എന്നും 27-ാം രാവാണ്. ഞമ്മക്കാണ് പ്രത്യേകം 27-ാം രാവ്. കാരണം എന്താ അല്ലേ? ഞമ്മക്ക എന്തുള്ളൂ അന്ന്, കാരണം 1000 മാസങ്ങളെക്കാൾ ഹൈറായ രാത്രി നമ്മളന്ന്. അവർക്കെന്നും 27-ാം രാവാണ്, എന്നും റബീഉൽ അവ്വൽ 12 എന്നും ഓല് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവരെ ഓരോ സെക്കൻഡുകൾക്കും വളരെ വില അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. കാരണം ഞാന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു സമയമുണ്ടല്ലോ, അള്ളാഹിനെ പ്രേമിച്ചുകൊണ്ടുള്ള സമയം. ആ ഒരൊറ്റ സമയത്തിന്റെ തൂക്കം എന്ന് പറഞ്ഞാല് മനുഷ്യരും ജിന്നുകളും ചെയ്യുന്ന ഇബാദത്തുകളുണ്ടല്ലോ അതിനേക്കാളും വലുതാണെന്നാ. ഇത് ആരാ പറയണത്? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പറയണം. അള്ളാഹിനെ പ്രേമിച്ചിട്ട് ആ ഇഷ്ടിലൂടെ നമ്മൾ അള്ളാഹുവിനെ ആലോചിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിന് അള്ളാഹു നൽകുന്ന വിലയാണ് ഇപ്പൊ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? നമ്മളെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. വർത്താനത്തിന്റെ മേഖലല്ലേ ഒന്ന് അടക്കുക. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി അള്ളാഹുവിലേക്ക് തിരിയാനയക്കണം. ചുറ്റുഭാഗത്തും പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴാ എന്റെ ഊഴം വന്നാ എനിക്കും പോണം. അപ്പൊ പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് പറയാൻ, അള്ളാഹു ചോദിക്കുമ്പോ പറയാൻ എനിക്ക് ചില വിഷയങ്ങൾ വേണം. റബ്ബേ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പറയാൻ എൻ്റെ അടുത്ത് വല്ല സാധനങ്ങളും വേണം എന്ന ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യുക? ജീവിക്കുക. അതുകൊണ്ട് ഇനിയുള്ള സമയം നമ്മൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ എന്ത് ചെയ്യരുത്? വെറുതെ കളയരുത്. അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യട്ടെ. ഈ ഏകാന്തതയിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന നല്ലൊരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.